നമസ്കാരം. മോക്ഷം തേടി അലയുന്നവൻ്റെ പുണ്യഭൂമി. ജീവിത പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ പാപങ്ങളിൽ നിന്നും മുക്തി തേടി അലയുന്നവൻ്റെ പുണ്യഭൂമി. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 2024 ഹരിദ്വാറിലേക്ക് ഒരു യാത്ര പോയി. അത്തരത്തിലൊരു യാത്ര തീരുമാനിച്ചതല്ല എങ്കിൽ തന്നെയും കർക്കിടക വാവുമാസമായ ആഗസ്റ്റ് 4-നും 3-നും ആയിരുന്നു. വാവ് ബലിക്കായിട്ടാണ് അവിടെ ഹരിദ്വാറിലേക്ക് യാത്ര തിരിച്ചത്. ഹിന്ദുധർമ്മം അനുസരിച്ച് 5 യജ്ഞങ്ങളാണ് ഉള്ളത്. പഞ്ചമഹായജ്ഞത്തിലെ വളരെ പ്രധാനമായ, അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് പൃഥുയജ്ഞം. ആ പൃഥുയജ്ഞം ഋതുക്കളുടെ ദിവസമായ അമാവാസിയിലാണ് സാധാരണയായി ചെയ്തു വരുന്നത്. ഈ വർഷത്തെ അമാവാസി ഈ 3-നും 4-നും ആയിരുന്നുകൊണ്ട് അന്നാണ് പോയത്. ഇത് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനാണ്. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രൗഢിയിൽ മതിമറന്നു നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് കാണാൻ കഴിയുന്നത്. സ്റ്റേഷന് മുന്നിലെ കൈലാസനാഥനെ വണങ്ങി ശിവഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങി. അല്പം തിരക്കുള്ള ഒരു സമയം തന്നെ ആയിരുന്നു. ഹിമാലയത്തിൻ്റെ കവാടമായ പുണ്യനഗരം, ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായ പുണ്യനഗരം. ഹരിദ്വാറിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഗംഗാ നദി തന്നെയാണ്. പഴമയും പുതുമയും ഇടകലർന്ന പൗരാണികതയെ കാത്തുസൂക്ഷിക്കുന്ന നഗരം തന്നെയാണ് ഹരിദ്വാർ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഗംഗാനദി സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം ധാരാളം ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ധർമ്മശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് പുണ്യസ്ഥലങ്ങളും എല്ലാം കൊണ്ടും തിരക്ക് നിറഞ്ഞ ഒരു നഗരം തന്നെയാണ്. ഹിമാലയൻ മേഖലയിലേക്കുള്ള സഞ്ചാരികൾക്ക് ഒരു ഇടത്താവളം കൂടിയാണ് ഹരിദ്വാർ. ഞാൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര തിരിച്ചത്. ഏകദേശം ഡൽഹിയിൽ നിന്നും ഹരിദ്വാറിലേക്ക് 230ഓളം കിലോമീറ്റർ ഉണ്ട്. ട്രെയിൻ യാത്ര ഒരു 4-4.5 മണിക്കൂർ സമയമെടുക്കും. വെളുപ്പിന് തന്നെ ട്രെയിൻ കിട്ടി. ഏതാണ്ട് 9-10 മണിയോടുകൂടി ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനെത്തി. അവിടുന്ന് 2-3 കിലോമീറ്ററേ ഉള്ളൂ, 5 കിലോമീറ്ററിനകത്ത് വരുന്ന ആയിട്ടേ ഉള്ളൂ ഹരിദ്വാറിൽ ഈ ഗംഗാതീരത്ത് എത്തിച്ചേരാൻ. സമ്പന്നനും ദരിദ്രനും എല്ലാം ഈ നഗരത്തിൽ തീർത്ഥാടനത്തിനുണ്ട്. 25 കിലോമീറ്റർ ദൂരത്തുള്ള ഗോമുഖ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗാനദി കുത്തനെ വളഞ്ഞും കുളഞ്ഞും ഒഴുകി പർവ്വതനിരകളിൽ കൂടിയാണ് ഉത്തരേന്ത്യയിൽ വരുന്നത്. സമതല പ്രദേശത്തു കൂടി ഒഴുകാൻ ആരംഭിക്കുന്നത് ഹരിദ്വാറിലാണ്. വളരെ മല ചരിവിലൂടെയും ചെറിയ തോടുമാതിരിയും ഒഴുകി വരുന്ന ഗംഗ സമതല പ്രദേശത്തോടുകൂടി ഒഴുകാൻ ആരംഭിക്കുന്നത് ഇവിടെ ഹരിദ്വാറിൽ വെച്ചാണ്, ഇവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ഗംഗാദ്വാര എന്ന പേര് കൂടിയുണ്ട്. ഹരി എന്നാൽ വിഷ്ണുവും, ഹര എന്നാൽ ശിവൻ, ധാർ എന്നാൽ വാതിൽ, മാർഗം എന്നും കൂടിയുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വിഷ്ണുവിലേക്കും ശിവനിലേക്കും എത്തിച്ചേരാനുള്ള മാർഗമാണ് ഹരിദ്വാർ, മോക്ഷത്തിലേക്കുള്ള കവാടം എന്ന് തന്നെ അർത്ഥമാക്കുന്നത്. ഹരിദ്വാർ വളരെ പുരാതനമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. എന്നാൽ നഗരമെന്ന നിലയിൽ പുരാതനമല്ല. പിൽക്കാലത്ത് ഹരിദ്വാർ എന്ന പ്രചാരത്തിലായി. മഹാഭാരതത്തിൽ ഗംഗാധാര എന്ന പേര് മാത്രമാണ് വിശേഷിപ്പിക്കുന്നത്. പുരാണത്തിൽ കപിലമുനിയുടെ ഒരു ആശ്രമം ഇവിടെ ഉണ്ടായിരുന്നു. കപില എന്നും
അറിയപ്പെട്ടിരുന്നു. പാലാഴി മദനം ചെയ്ത് ലഭിച്ച അമൃത് ഗരുഡൻ കൊണ്ടുപോകുന്നതിനിടയിൽ അമൃത് കുംഭത്തിൽ നിന്നും അബദ്ധത്തിൽ അമൃത് തുളുമ്പിത്തെറിച്ച് വീണ 4 സ്ഥലങ്ങളിൽ ഒന്നാണ് ഹരിദ്വാർ. മറ്റ് 3 സ്ഥലങ്ങൾ ഉജ്ജയിനി, നാസിക്, അലഹബാദ് എന്നിങ്ങനെ ആണ് മറ്റ് 3 സ്ഥലങ്ങൾ. ഈ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ 4 സ്ഥലങ്ങളിലും ഓരോ 3 വർഷം കൂടുമ്പോഴും കുംഭമേള നടക്കുന്നത്. ഹരിദ്വാറിൽ കുംഭമേള നടന്ന് 3 വർഷം കഴിഞ്ഞാൽ ഉജ്ജയിനിയിൽ കുംഭമേള നടക്കും. ഉജ്ജയിനിയിൽ കുംഭമേള നടന്ന് 3 വർഷം കഴിഞ്ഞാൽ നാസിക്കിൽ കുംഭമേള കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാൽ അലഹബാദിലെ 3 വർഷം കുംഭമേള കഴിഞ്ഞാലാണ് ഹരിദ്വാറിൽ തിരികെ എത്തുന്നത്. ഹരിദ്വാറിൽ കുംഭമേള കഴിഞ്ഞ് 12 വർഷം കഴിയണം അടുത്ത കുംഭമേള അവിടെ എത്തിച്ചേരാൻ. ഈ അമൃത കുംഭം വീണ ഈ 4 സ്ഥലങ്ങളിലുമാണ് കുംഭമേള നടക്കുന്നത്. തീർത്ഥാടകർ 12 വർഷം കഴിഞ്ഞ ഓരോ സ്ഥലങ്ങളിലും 3 വർഷം കഴിയുമ്പോൾ ചേരുന്ന ഈ കുംഭമേളയിൽ എത്തിച്ചേരുന്നത് അഘോരി പോലുള്ള സന്യാസി വര്യന്മാരാണ്. സ്വാതന്ത്ര്യത്തിനു ശേഷം 1958 28-നാണ് ഹരിദ്വാർ ജില്ല നിലവിൽ വന്നത്. അഘോരി എന്ന് പറയുന്ന സന്യാസി വര്യന്മാരെ കുറിച്ച് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി അറിയാനും കേൾക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അവർ വസ്ത്രം ധരിക്കത്തില്ല. ഇത്തരം കുംഭമേളയിൽ എത്തിച്ചേരുന്ന സന്യാസി വര്യന്മാരുടെ ചിത്രങ്ങളെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഹിന്ദു സമൂഹത്തെയും ആക്ഷേപിക്കുന്നതും നമ്മൾ കണ്ടുവരാറുണ്ട്. എന്താണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്? നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത, മനുഷ്യജീവിതത്തിൽ മനുഷ്യന്മാർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഗുഹകൾക്കുള്ളിൽ ഭക്ഷണവും വസ്ത്രവും എല്ലാം ഉപേക്ഷിച്ച് വായുവും ജലവും കുടിച്ച് വായു മാത്രം ശ്വസിച്ചുകൊണ്ട് വർഷങ്ങളോളം തപസ് ചെയ്യുന്ന സന്യാസി വര്യന്മാരാണ് അഘോരികൾ. ഈ 3 വർഷം കൂടുമ്പോൾ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളകളെക്കുറിച്ച് അവർക്ക് ആരും അറിയിപ്പ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടല്ല അവിടെ എത്തിച്ചേരുന്നത്. സ്വയമേ ആത്മാവിലുള്ള വിളി കൊണ്ട് അവർ സ്വയം അറിഞ്ഞ് ഈ 12 വർഷം കൂടുമ്പോൾ അവിടെ എത്തിച്ചേരുന്നു. നമ്മൾ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കുമ്പോൾ ദേഹശുദ്ധിക്ക് വേണ്ടി മാത്രമാണ് വസ്ത്രങ്ങൾ നമ്മൾ മാറ്റുന്നത്. പക്ഷേ അഘോരികൾ, ആ സന്യാസി വര്യന്മാർ വസ്ത്രത്തെക്കുറിച്ച് അവർ ആലോചിക്കാറില്ല. അവർ ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നമുക്ക് എത്ര പേർക്ക് അങ്ങനെ കഴിയാൻ പറ്റും? അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അഘോരി സന്യാസിമാർ നമ്മൾ 5 ദിവസമോ 10 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ 1 മാസമോ നമുക്ക് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റും. സന്യാസി വര്യന്മാർ വർഷക്കണക്കിന് ഈ ജലം മാത്രം കുടിച്ചുകൊണ്ടും വായു ശ്വസിച്ചുകൊണ്ടും മനുഷ്യന്മാരായ ലൗകിക സുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആ പ്രദേശത്ത് എത്തിച്ചേരാൻ പറ്റാത്ത ഉള്ളപ്പോഴാണ് ഈ അഘോരി സന്യാസിമാർ ഈ കുംഭമേളയിൽ എത്തിച്ചേരുന്നത്. ഇവിടെ ബലികർമ്മങ്ങൾ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നിരവധി മാതാപിതാക്കളും കുട്ടികളുമായിട്ട് അവിടെ ബലികളും അർച്ചനകളും അർപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഈ സന്യാസിവരന്മാരെ കുറിച്ച് നമുക്ക് ഇത്തരം ത്യാഗം ചെയ്യുന്ന ഈ ജനസാഗരം, നമ്മൾ സാഗരങ്ങൾ, സമുദ്രം കണ്ടിട്ടുണ്ട്, കാട്ടുതീ കണ്ടിട്ടുണ്ട്, നമ്മൾ പലതും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യ സാഗരം കാണണമെങ്കിൽ ഇവിടെ കുംഭമേളയ്ക്ക് എത്തിയെങ്കിൽ മാത്രമേ മനുഷ്യന്മാരുടെ ഈ സാഗരം നമുക്ക് കാണാൻ കഴിയൂ. ഇവിടെ പ്രായമായ ഒരു അമ്മയും മകനും ഒരു ബലികർമ്മം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ധർമ്മശാലകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് വളരെയധികമുണ്ട്. എന്താണ് ധർമ്മശാലകൾ? ധർമ്മശാലകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർത്ഥാടനത്തിനോ മറ്റ് എന്ത് കാര്യമായിട്ട് നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ ഒരു 2-3 ദിവസം വിശ്രമിക്കാനും ആ 3 ദിവസം നമുക്ക് 1 നേരമോ 2 നേരമോ ചെറിയ രീതിയിൽ ഭക്ഷണം കഴിച്ചും കഴിയാൻ പറ്റുന്ന വളരെ ഒരു നല്ലൊരു കാര്യം ആണ് ധർമ്മശാല. നമ്മുടെ നാട്ടിൽ മുൻപ് സത്രം പോലെ ഉണ്ടായിരുന്നു, യാത്രക്കാർക്ക് വിശ്രമിക്കാനും ഒക്കെ. അതെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വളരെയധികം സ്വാധീനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ് ഇതെല്ലാം അന്ധവിശ്വാസമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തലാക്കിയത്. അത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോരാടിയതിൻ്റെ ഫലമാണ് ഇന്ന് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ
ഇത്തരം ധർമ്മശാലകൾ കാണാൻ കഴിയാത്തത്. ഇവിടെയാണെങ്കിൽ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങോട്ട് പോയാലും മനുഷ്യൻ്റെ ലൗകിക സുഖങ്ങൾ വിട്ട് ആത്മശാന്തി നേടാൻ പോകുന്ന യാത്രക്കാർക്കും ഭക്തജനങ്ങൾക്കും ഒരു 2 ദിവസമോ 5 ദിവസമോ തങ്ങി ഭക്ഷണം കഴിച്ച് അവിടെ തങ്ങാനുള്ള ഒരു സൗകര്യം ഈ ധർമ്മശാലകളിലെല്ലാം തന്നെ കിട്ടും. അതിതീവ്രവും വ്യത്യസ്തവുമായ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ താഴ്വരയാണ് ഹരിദ്വാർ. വിശ്വാസം ശൈവമോ വൈഷ്ണവമോ ആയിക്കൊള്ളട്ടെ, ഹരിദ്വാർ മോക്ഷ കവാടമാണെന്നുള്ളത് കൊണ്ട് അത്യന്തമായ ഒരു സത്യമാണ്. ഹിന്ദു സംസ്കാരത്തിൻ്റെ പൂർണ്ണത മനുഷ്യനെ മറ്റൊരു ദേവചൈന്യത്തിലേക്ക് കൊണ്ടുപോകും. നിറഞ്ഞ ഹൃദയത്തിൻ്റെ ആത്മസമർപ്പണമാണ് ഹരിദ്വാർ. ഇവിടെ എത്തുന്ന ഓരോ ഭക്തൻ്റെ ഉള്ളിലും ആത്മശാന്തി എന്നത് പരമമായ സത്യമാണ്. സർവവും വെടിഞ്ഞ് മോക്ഷം തേടി അലയുന്ന സന്യാസിമാർ കാഷായ വസ്ത്രവും രുദ്രാക്ഷോ ഈ മണ്ണിൽ അലിഞ്ഞു തീരുന്ന സത്യമാണ്. ഇത് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ബാഹുബലി ഇട്ടതിന് ശേഷം സ്വന്തമായിട്ട് ഒരു സെൽഫി വീഡിയോ എടുക്കുന്ന കാഴ്ചയാണ്. ഞാൻ ഗംഗയിൽ മുങ്ങിക്കുളിച്ചു. ഗംഗയിൽ നിന്നും നമുക്ക് കരയ്ക്ക് കയറാൻ തോന്നത്തില്ല. എൻ്റെ പുറകിൽ കാണുന്ന ഭക്തജനങ്ങൾ വളരെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങളാണ് ഗംഗയിൽ സ്നാനം ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഒറ്റയ്ക്കൊരു സെൽഫി വീഡിയോ ആണ്. കൂടെ മറ്റാരുമില്ലായിരുന്നു യാത്രയിൽ. അതുകൊണ്ട് ഹർ ഹർ മഹാദേവ എന്ന് മന്ത്രം ജപിച്ചുകൊണ്ട് ഈ വീഡിയോ പുറകിലുള്ള ഗംഗയിൽ സ്നാനം ചെയ്യുന്ന ജനങ്ങളുടെ പിന്നിലാക്കി മുന്നിൽ നിന്നുകൊണ്ട് ആണ് ഈ സെൽഫി വീഡിയോ ഞാൻ പകർത്തിയത്. അലിഞ്ഞു തേരുന്ന രുദ്രാക്ഷവും മണ്ണിൽ അലിഞ്ഞേരുന്ന ഒരു സത്യമാണ്. അഘോരികളുടെയും നഗ്ന സന്യാസിമാരുടെയും വാസസ്ഥലമാണ് ഹരിദ്വാർ. സന്യാസിമാരുടെയും അഘോരി സന്യാസിമാരുടെയും കുറിച്ച് പറഞ്ഞുവല്ലോ. ഹരിദ്വാറിൽ ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത രഹസ്യ അറകളിലാണ് ഈ അഘോരി സന്യാസിമാർ താമസിക്കുന്നത്. പാരമ്പര്യത്തിൻ്റെ സമ്പന്നമാകുന്ന ശിവഭൂമിയാണ് ഹരിദ്വാർ. കൈലാസ സഞ്ചാരത്തിൻ്റെ തുടക്കവും ഈ മണ്ണിൽ നിന്നാണ്. കപിലമുനി വർഷങ്ങളോളം തപസ് അനുഷ്ഠിച്ച പുണ്യഭൂമി. അവിടെ 300ഓളം ക്ഷേത്രങ്ങളാണ് ഹരിദ്വാർ എന്ന ഈ ചെറുപട്ടണം. ഹരിദ്വാറിൻ്റെ നെറുകയിലാണ് സതീദേവിയുടെ മനസ്സു പതിഞ്ഞ മാനസദേവിയുടെ ഇരിപ്പിടം. ഗംഗാനദിക്ക് തൊട്ടു സൈഡിലായിട്ട് വലിയൊരു മലമുകളിലാണ് മാനസദേവിയുടെ ഈ ക്ഷേത്രം. ദക്ഷയാഗത്തെ തുടർന്ന് അപമാനത്തിൽ ആത്മത്യാഗം ചെയ്ത സതീദേവിയുടെ മൃതദേഹവുമായി ശിവൻ കാലങ്ങളോളം പ്രചണ്ഡ താണ്ഡവം ആടിയത്രേ. ആ പരമേശ്വരൻ്റെ കോപം ശമിപ്പിക്കാൻ മഹാവിഷ്ണു തൻ്റെ ചക്രായുധം കൊണ്ട് സതിയുടെ ശരീരം തുണ്ടം തുണ്ടമാക്കുന്നു. ഇങ്ങനെ ഛേദിക്കപ്പെട്ട സതിയുടെ മാറിടവും ഹൃദയവും വന്ന് പതിച്ചത് ഈ മലയുടെ മുകളിലാണെന്നാണ് വിശ്വാസം. അങ്ങനെ സതീദേവിയുടെ മാറിടം വീണിടം മാനസദേവി ക്ഷേത്രമായി. ദേവിയുടെ പാദങ്ങൾ തഴുകിയാണ് മഹാഗംഗ ഒഴുകുന്നത്. കൈലാസനാഥൻ്റെ ഇരിപ്പിടമായ ഹിമാലയ പർവ്വതങ്ങളിൽ നിന്നും ഉറവയായും മഞ്ഞുരുകിയും ഒഴുകുന്ന ഗംഗ വിശ്വാസികൾക്ക് കൈലാസ മന്ദാകിനിയായ ദേവിയാണ്. അമൃത് നൽകുന്ന അമ്മയാണ്. ഗംഗാ മാതാവാണ്. ജനന മരണമെന്ന കാലചക്രത്തിനു ശേഷം ആത്മാവിന് നിത്യശാന്തി നൽകുന്നവളാണ്. ഗംഗ എന്നത് ഹൈന്ദവ വിശ്വാസത്തിലെ തിരുനാളങ്ങൾ ഗംഗയെ ഒഴുക്കുന്നത് കാണാം. എല്ലാം പൂവും അഷ്ടഗന്ധവും നിറച്ച ഓരോരോ മനുഷ്യരുടെ പ്രാർത്ഥനാ സാഫല്യത്തിനകത്താണ് ഗംഗ. അവയുടെ സഞ്ചാരം ഇങ്ങനെ പോകുന്നു. ഗംഗയിൽ മുങ്ങി സ്നാനം ചെയ്തതിന് ശേഷം അല്പം മാറി നടന്നു മാനസദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയോരമാണ്. അവിടെ കണ്ടില്ലേ സൈക്കിൾ റിക്ഷ. നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരം സൈക്കിൾ റിക്ഷകൾ ധാരാളം കാണാം. ചെറു ചെറു ഗല്ലികളിൽ ചെറിയ സ്ഥലങ്ങളിലേക്ക് ദൂരെ നിന്ന് വരുന്ന സഞ്ചാരികൾക്കും യാത്രക്കാർക്കും വളരെ ചുരുങ്ങിയ ചെലവിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സഹായവും അവർക്ക് സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ഉപാധിയുമായിട്ടായിരിക്കും അതിൽ യാത്ര ചെയ്യുന്നത്. ഒരു മനുഷ്യൻ തന്നെ ഇരുന്ന് ഇത്രയും പേരെ സ്വന്തം ആരോഗ്യത്തോടു കൂടി ചവിട്ടി പോകുന്ന കാഴ്ചകൾ
ആ യാത്രക്കാർ സഞ്ചികൾ അതിൽ കയറുന്നത് ഈ സ്ഥലം കാണാൻ വേണ്ടി. ഇത് മാനസദേവിയുടെ ഇരിപ്പിടത്തിലേക്ക്, ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കവാടമാണ്. കവാടം കഴിഞ്ഞാൽ ചെറിയ ഒരു പടിക്കെട്ടാണ്. ഈ പടിക്കെട്ട് വഴി മുകളിലോട്ടാണ് കയറുന്നത്. മുകളിലോട്ട്, ആ മലമുകളിലോട്ട് പോകുന്ന അല്പം വിശാലമായ റോഡ് മാതിരിയാണ്. ഇത്തരം ഇലക്ട്രിക് വാഹനങ്ങളിൽ കയറിയാൽ മലമുകളിൽ എത്താം. ഞാൻ ഒറ്റയ്ക്കായിരുന്നതുകൊണ്ടും സമയമുള്ളതുകൊണ്ടും കയറിപ്പോകാമെന്നുള്ള ആരോഗ്യസ്ഥിതി ഉള്ളതുകൊണ്ടും ഞാൻ മല തനിയെ കയറുകയാണ് ഉണ്ടായത്. ഇത്തരം മല കയറി പോയപ്പോൾ വളരെ വിശാലമായ ഒരു സ്ഥലമാണ്. അല്പം നേരം വിശ്രമിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെ കയറുമ്പോഴാണ് നമ്മുടെ വാനര സഹോദരൻ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. നമ്മളെ കയ്യിൽ നിന്നും മേടിക്കുകയും ഉപദ്രവിക്കാൻ വന്നില്ലെങ്കിലും അവിടെ ചെറു കച്ചവടം ചെയ്യുന്നവരിൽ നിന്നും അനുവാദമില്ലാതെ ഇത്തരം ഭക്ഷണങ്ങൾ എടുത്ത് സ്വന്തമായി കഴിക്കുന്നത് കാണാനിടയായി. മുകളിലോട്ട് കയറുമ്പോഴുള്ള ഹരിദ്വാറിൻ്റെ ഗംഗാ നദിയുടെയും ആ പ്രദേശം മുകളിൽ നിന്നും കാണുന്ന ഒരു ചിത്രമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിരിക്കുന്നു. ഗംഗാദേവി പരന്ന് ഇങ്ങനെ ഇവിടെ പോകുന്ന, ആയിരക്കണക്കിന് സ്നാനം ചെയ്ത് മോക്ഷമുക്തി തേടുന്ന ഈ സ്ഥലമാണ് ഗംഗ നമ്മൾ മുകളിൽ നിന്നും കാണുന്നത്. ഗംഗാ നദിയിൽ മുങ്ങി നിവർന്നാൽ ജന്മാന്തരങ്ങളിലെ പാവങ്ങളെല്ലാം ഗംഗയിലോട്ട് അലിയുമെന്നതാണ് സത്യം. ഗംഗാസ്നാനം ഒരേ സമയം സ്നേഹവും മനസ്സും ശുദ്ധീകരിക്കുന്നു എന്നാണ് വിശ്വാസം. നിത്യസത്യമായ ഗംഗാദേവി എന്ന മോക്ഷകവാടം ഹരിദ്വാറിലെ പുണ്യദർശനങ്ങളിലെ പ്രധാനം തന്നെയാണ്. ഗംഗാ ആരതിയാണ് സന്ധ്യാസമയത്ത് തൊഴുവാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. ഹർ ഹർ ശങ്കർ മഹാദേവ, ഹർ ഹർ മഹാദേവ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഗംഗാ സ്നാനം ചെയ്ത് ഗംഗയിൽ മുങ്ങി കുളിച്ചുകൊണ്ട് ഇരിക്കുന്ന നിരവധി ഭക്തജനങ്ങളാണ്. ഹരിദ്വാറിൻ്റെ നെറുകയിലാണ് സതീദേവിയുടെ മനസ്സ് പതിഞ്ഞ മാനസദേവിയുടെ ഇരിപ്പിടം. ആ ഇരിപ്പിടത്തിലേക്കാണ് ഈ യാത്ര. മുകളിലോട്ട് കയറും തോറും അല്പം ക്ഷീണം അനുഭവിക്കുന്നെങ്കിലും മാനസദേവിയുടെ ശക്തി കൊണ്ട് മുന്നോട്ട് തന്നെ പോയി. പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ, മധുര മീനാക്ഷി ക്ഷേത്രം പോലെയോ വലിയ ഒരു ക്ഷേത്ര ഗോപുരമല്ല എങ്കിൽ തന്നെയും വളരെ ചെറിയ ഒരു ഗോപുരമായിട്ടാണ് ഹരിദ്വാറിൻ്റെ നെറുകയിലാൽ സതീദേവിയുടെ മനസ്സ് പതിഞ്ഞ മാനസദേവിയുടെ ഇരിപ്പിടത്തിലേക്കുള്ള യാത്രയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയോ മധുര മീനാക്ഷി ക്ഷേത്രം പോലെയോ വലിയ ഗോപുരങ്ങളോ ഒന്നുമില്ലെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് മാനസദേവിയുടെ ഇരിപ്പിടം. വളരെ വേഗം തന്നെ താഴോട്ട് വരണമെന്നുകൊണ്ട് ഗംഗ ആരതി കാണാൻ വേണ്ടി ഇലക്ട്രിക് കാറിൽ കയറാൻ നോക്കിയപ്പോൾ അതിന് ടിക്കറ്റുകൾ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് വളരെ വേഗം തന്നെ ഞാൻ താഴോട്ട് വരുമ്പോഴുള്ള കാഴ്ചയാണ്, മുകളിൽ നിന്നുള്ള രാത്രി ദൃശ്യമാണ് ഗംഗാ നദിയുടെ കണ്ടത്. താഴെ വരുമ്പോൾ ഈ ഗംഗയുടെ പുണ്യജലം സ്വീകരിച്ചു വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അവരുടെ സ്വന്തം വീടുകളിലേക്കും സമീപത്തുള്ള ക്ഷേത്രങ്ങളിലേക്കും ഗംഗാ ജലം കൊണ്ട് ശുദ്ധീകരിക്കാൻ ഈ യുവാക്കൾ ഗംഗയിൽ നിന്ന് ശുദ്ധ പുണ്യതീർത്ഥം സ്വീകരിച്ചു കൊണ്ട് പോകുന്ന കാഴ്ചയാണ്. അവരുടെ വീടുകളിലും സമീപ ക്ഷേത്രങ്ങളിലുമൊക്കെ ഗംഗാതലം തെളിച്ച് ശുദ്ധി വരുത്താൻ ഈ കാഴ്ചകളാണ് കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച കണ്ടത് അന്നന്ന് വരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഒരു പറ്റം യുവതികൾ വന്ന് വൃത്തിയാക്കുന്ന കാഴ്ചകൾ. ദൈനംദിനം 10,000-വും 50,000-വും വരുന്ന ജനങ്ങളുടെ അവിടുത്തെ മാലിന്യം നീക്കം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടത്ര സൗകര്യവും അവിടുത്തെ മാലിന്യങ്ങൾ അന്നന്ന് നീക്കം ചെയ്യുകയും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അവിടുത്തെ സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. 1916 പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയാണ് ഹർ കി പൗരിയിൽ ലോക പ്രശസ്തമായ ഗംഗ ആരതി ആരംഭിച്ചത്. അതിനുശേഷം ശ്രീഗംഗ സഭയാണ് ഇപ്പോൾ ഗംഗ ആരതി സംഘടിപ്പിക്കുന്നത്. ദിവസത്തിൽ 2 തവണയാണ്. സൂര്യോദയത്തിൽ മംഗളാരതിയും സൂര്യാസ്തമയ സമയത്ത് ശൃംഗാരാരതി എന്നും പറയപ്പെടുന്നു. ഇരുകരകളിലും ദിവസവും ധാരാളം ഭക്തജനങ്ങൾ ഒത്തുകൂടി ജീവിതത്തിലെ ഈ അത്ഭുതകരമായ ആത്മീയ അനുഭവിക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഗംഗാ ആരതി എന്നാൽ ഗംഗയെ ആരാധിക്കുന്നു. വൈകുന്നേരം 6 മുതൽ 7 വരെയാണ്. നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്.
ദീപവും പുഷ്പവും അടങ്ങിയ ചെറിയ ആരതി പൂജാരി അവരുടെ കൈകളിൽ ദിയ പിടിപ്പിക്കുന്നു. ക്ഷേത്രങ്ങളിൽ നിന്നും മണി മുഴങ്ങുമ്പോൾ മന്ത്രം വായുവിൽ ഒഴുകുന്നു. ആളുകൾ ഗംഗയിൽ പുഷ്പങ്ങളുമായി ദിയകൾ ഒഴുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നിഴൽ നദികളിൽ പ്രതിഫലിക്കുന്നു. ഒഴുകുന്ന ഗംഗയുടെ മുകളിൽ കൂടി ദീപങ്ങൾ കത്തിക്കുന്നത് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്തത്ര മനോഹരമാണ്. ഹർ കി പൗരിയിൽ വൈകുന്നേരം നടക്കുന്ന ഗംഗാ ആരതിയിൽ പങ്കെടുക്കുന്നത് വളരെ കൗതുകകരമായ ഒരു അനുഭവം തന്നെയാണ്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഡൽഹി എന്നിങ്ങനെ ഭാരതത്തിലെ 11 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഗംഗ ഒഴുകുന്നത്. 2525 കിലോമീറ്റർ ദൂരം നീളമാണ് ഗംഗയ്ക്കുള്ളത്. ഗംഗ ഒഴുകി അവസാനിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഗംഗയുടെ അവസാനം ഏഷ്യയിൽ 15ാമത്തോളം സ്ഥാനമാണ് ഗംഗയ്ക്കുള്ളത്. ലോകത്തിലെ 39ാമത് സ്ഥാനം ഗംഗാ നദിക്കുള്ളത്. ആര്യമാരുടെ വിശുദ്ധ ദേശമായിരുന്ന ആര്യവർത്തം ഗംഗയുടെ തീരത്ത് തന്നെയായിരുന്നു. ഗംഗാ സ്നാനം ചെയ്ത് മോക്ഷം തേടിക്കൊണ്ട് ഞാനും തിരിച്ച് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ യാത്ര തിരിക്കുകയായി. മോക്ഷം തേടി അലയുന്നവൻ്റെ പുണ്യഭൂമി. ജീവിത പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളിൽ നിന്നും മുക്തി തേടി അലയുന്നവൻ്റെ പുണ്യഭൂമി. ഹിമാലയത്തിൻ്റെ കവാടമായ പുണ്യനഗരം. ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായ പുണ്യനഗരം. ഹരിദ്വാറിൻ്റെ ആത്മാവ് ഗംഗാനദി. ഗംഗാനദിക്കരയിൽ നിന്നും പോകുവാൻ എത്ര ശ്രമിച്ചാലും നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. എല്ലാവരും തിരിച്ച് ഹരിദ്വാറിലേക്ക് യാത്രയാകുകയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവർക്കും നല്ല ഒരു ദൃശ്യാനുഭവമായിരിക്കും, ഒരു അറിവ് തന്നെ ആയിരിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഹരിദ്വാറിലെത്തി മോക്ഷപ്രാപ്തി നേടാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഹരിദ്വാർ മോക്ഷം തേടി അലയുന്നവൻ്റെ പുണ്യഭൂമി തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹരിദ്വാറിലെത്തി ഗംഗയിൽ സ്നാനം ചെയ്ത് മോക്ഷപ്രാപ്തി നേടാൻ നിങ്ങൾക്കും അവസരമുണ്ടാവട്ടെ. ഈ 2024 4-ാം തീയതി വൈകുന്നേരം 9-ാം തീയതി കൂടെയാണ് ഞാൻ 9 മണിയോടുകൂടിയാണ് തിരിച്ച് ഹരിദ്വാറിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് രാമഭദ്രൻ. കൊല്ലമാണ് സ്വദേശം. ഇപ്പോൾ കുടുംബസമേതം ന്യൂഡൽഹിയിലാണ് താമസം. ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കായിട്ടാണ് ഞാൻ ഹരിദ്വാർ സ്റ്റേഷനിലേക്ക് ഗംഗയെ നോക്കി ഇനി ഉടനെ വരാമെന്നുള്ള മറുപടിയുമായി ഞാൻ യാത്ര തിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.